തൃശൂർ ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് അവയവ മാഫിയ പിടിമുറുക്കുന്നതായി പരാതി. കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ഈ വർഷം അവയവദാനത്തിനായി 7 അപേക്ഷകളാണ് ലഭിച്ചത്. അവയവദാതാക്കൾക്ക് തുച്ഛമായ പണം നൽകി ഏജന്റുമാർ വൻതുക തട്ടുന്നതായാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ ആരോപിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ ജില്ലയിലെ തീരദേശ മേഖലയിൽ അവയവ മാഫിയ പിടിമുറുക്കുന്നെന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. അതിന് ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ അവയവം ദാനം ചെയ്യുന്നതിനായിട്ടുള്ള അപേക്ഷകൾ എത്തിച്ചേരുന്നു പഞ്ചായത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ അംഗങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ? ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, 2024 മാത്രം 7 പേരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 പേര് വിവിധ ആശുപത്രികളിൽ നിന്ന് സമ്മതപത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻകാലത്ത് പരിശോധിക്കുമ്പോൾ 2024 വരെ ആകെ 4 പേർ മാത്രമാണ് അത് നൽകിയിട്ടുള്ളത്. ഒരാഴ്ചയിൽ തന്നെ 1-ൽ കൂടുതൽ ആളുകൾ വന്നപ്പോഴാണ് ഇത് വളരെ ഗൗരവമായി ഈ പ്രദേശത്ത് നടക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അവയവദാനം നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ അവയവദാനത്തിൽ പെടുന്ന വ്യക്തികൾ സ്വാഭാവികമായും യുവതികളാണ്. 40-ൽ താഴെ പ്രായമുള്ള സ്ത്രീകൾ മാത്രമാണ്. വളരെ നിർധനരായ പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളാണ് വരുന്നത്. ഞാനതിൽ അവരോട് സംസാരിച്ചപ്പോൾ ഒരു വനിത മാത്രമാണ് എനിക്ക് 10 ലക്ഷം രൂപയാണ് അതിലൂടെ ലഭിക്കുന്നത്, എൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത്, മകൻ പഠിക്കുകയാണ്, കുട്ടികൾ പഠിക്കുകയാണെന്നുള്ള വളരെ ഗൗരവമായ പ്രയാസത്തോടു കൂടിയുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. മറ്റ് പല വ്യക്തികളും സൂചിപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും നൽകുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഉള്ള സംശയം, തീരപ്രദേശത്തുള്ള മറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ളൊരു സംശയം, ഒട്ടേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി വരുന്നുണ്ട്. ഇത് വളരെ തുച്ഛമായ സംഖ്യ നൽകിക്കൊണ്ട് ഇതൊരു റാക്കറ്റാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലാണ്. എന്തായാലും അത് നല്ല രീതിയിൽ അന്വേഷണം നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അവയവദാനം നൽകുന്നത് കൊണ്ട് പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു റാക്കറ്റ് ഈ മേഖലയിൽ പ്രവർത്തിച്ച് ഒട്ടേറെ ആളുകൾക്ക് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രം ഇത്രയും ഭീമമായ നമ്പർ വരുന്നതിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതുവരെ എത്ര അപേക്ഷ വന്നിട്ടുണ്ട്? ഇപ്പോൾ ഈ വർഷം നമ്മൾ 7 പേർക്കാണ് അപേക്ഷ പ്രകാരം കത്തുകൾ നൽകിയിട്ടുള്ളത്. ഒരു ഗ്രാമപഞ്ചായത്തിന് സമീപിച്ചാൽ നിങ്ങൾക്കത് കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കത്ത് സ്വാഭാവികമായിട്ടും നൽകും. പക്ഷെ വളരെ കൂടുതൽ നമ്പർ ഈ മേഖലയിൽ കടന്നു വരുന്നത് സംബന്ധിച്ചിട്ടുള്ള സംശയം പൊതുവെ ജനപ്രതിനിധികളുടെ ഇടയിലുണ്ട്. മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? മുൻപ് വന്നത് 2024 മുമ്പ് ആകെ 4 പേർക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വർഷം മാത്രം 7 പേര് വരുന്നു. സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഇതിൻ്റെ മുകൾ തട്ടിലേക്ക് പോലീസിനോ അത് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടോ? അടുത്ത ഗ്രാമപഞ്ചായത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് തുടർ നടപടികൾ പോകണമെന്ന അഭിപ്രായമാണ് പൊതുവെ ജനപ്രതിനിധികൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യും. ഏതായാലും ഈ അവയവ ദാനം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. സംബന്ധിച്ച തീരുമാനം വരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലെടുക്കും എന്നും അവർ പറയുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.